ഹലോ എവ്രി വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലവിനിയോഗം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുമ്പോൾ അവിടെ വാട്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? അതായത് വാട്ടർ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിന്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിക്ക്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇപ്പൊ നമുക്കറിയാം മഴയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് എന്ത് ചെയ്യും, കൃഷി മൊത്തം നശിച്ചു പോകും, അല്ലേ? ഇനി അതുപോലെ തന്നെ എപ്പോഴും മഴയായിരിക്കണമെന്നില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെയായിരിക്കും, നല്ല ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ചയായിരിക്കും, ചൂടൊക്കെ കൂടുന്ന ഒരു സന്ദർഭത്തിൽ വെള്ളത്തിന്റെ അഭാവം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ടാകും, ഇല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കർഷകർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഈ റെയിനി സീസണിലും സമ്മർ സീസണിലും ഒക്കെ ഒരുപോലെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വാട്ടർ കൂടുതലാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറവ് മൂലമോ ഒക്കെ കർഷകർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തൊക്കെ കൃഷി രീതികൾ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ സമ്മർ സീസണിലും റെയിനി സീസണിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസിൽ കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഹരിതഗൃഹം, ഇല്ലേ? അതായത് നൈലോൺ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി എത്തിലീൻ ഷീറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുക, മൊത്തത്തിൽ മറച്ചു വെച്ചതിനകത്തിൽ എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് റെയിനി സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അതിനുള്ളിലേക്ക് മഴയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് വെള്ളം കയറിയില്ല, ഇല്ലേ? ഇനിയും വരൾച്ച അല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കൂടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അകത്ത് നമുക്ക് വെള്ളം കൊടുത്താൽ മതി, ആ വെള്ളം ഒന്നും എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല, ജലനഷ്ടം ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഈ ഗ്രീൻ ഹൗസിൽ കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പെസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതെല്ലാം ഏതിന്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ഏതിന്റെ മേന്മകളാണ്, ഗ്രീൻ ഹൗസിന്റെ. ഗ്രീൻ ഹൗസ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് നിർമ്മിക്കുന്നത്, പ്ലാസ്റ്റിക്, നൈലോൺ അല്ലെന്നുണ്ടെങ്കിൽ പോളി എത്തിലീൻ കൊണ്ടുള്ള ഷീറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു, മൊത്തം മറയ്ക്കുന്നു. അപ്പൊ അങ്ങനെ മറയ്ക്കുന്നത് കൊണ്ട് എന്തിന്റെ അറ്റാക്ക് ഉണ്ടാകത്തില്ല, പെസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജലനഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, ഇനി അമിതമായിട്ട് ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യില്ല. അപ്പൊ അതാണ് ഏതുകൊണ്ടുള്ള ഗുണം, ഗ്രീൻ ഹൗസ് കൊണ്ടുള്ള ഗുണം. അടുത്തതെന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെന്നുണ്ടെങ്കിൽ തുള്ളി നന എന്ന് പറയും. അതായത് വാൾസോ പൈപ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക്, വേരിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഉണ്ടാകത്തില്ല, ജലനഷ്ടം ഒന്നും ഉണ്ടാകത്തില്ല, ഇല്ലേ? അതായത് അല്ലാതെ നമ്മൾ വെള്ളം കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജലനഷ്ടമൊക്കെ ഉണ്ടാവും, വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, പൈപ്സും വാൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാട്ടർ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ജലനഷ്ടം ഉണ്ടാകുന്നില്ല. അപ്പൊ അതൊരു നല്ല ഗുണമാണ്, ഇല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജലസേചന സൗകര്യമാണ് ഏതെന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ. അവിടെ എന്തിന്റെ നഷ്ടം ഉണ്ടാകുന്നില്ല, ജലനഷ്ടം ഉണ്ടാകുന്നില്ല. ഇനി അതുപോലെ തന്നെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ട് എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ തന്നെ വാട്ടർ എന്ത് ചെയ്യുന്നു, കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ ജലം എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണ്, ജലനഷ്ടം ഉണ്ടാകുന്നില്ല, റൂട്ട്സിലേക്ക് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, ജലം എത്തിക്കുക. അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ വാട്ടർ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ബിഗ് ഇറിഗേഷൻ അല്ലെങ്കിൽ തിരിനന എന്ന് പറയും. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കോട്ടൺ ക്ലോത്ത് ഫിൽറ്റർ അല്ലെന്നുണ്ടെങ്കിൽ പരുത്തി തുണി കൊണ്ടുള്ള തിരികൾ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് വെള്ളം എത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വെള്ളം എങ്ങനെയായിരിക്കും, വളരെ ചെറിയ അളവിൽ മാത്രമേ, അല്ലേ? അതായത് തിരിനന എന്നാണ് ഇതിനെ പറയുന്നത്. തിരികളിലൂടെ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം മാത്രം എവിടേക്ക് എത്തുന്നു, പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക്. അതായത് ആവശ്യത്തിന് മാത്രം വെള്ളം എവിടേക്ക് എത്തുന്നു, പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് നേരിട്ടെത്തുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോ ഡ്രിപ്പ് ഇറിഗേഷനിൽ വെള്ളം നമ്മൾ കൂടുതൽ ഉപയോഗിക്കും, പക്ഷെ അതിനേക്കാൾ വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറവായിരിക്കും ഏതിനകത്തില്, വിക്ക് ഇറിഗേഷനിൽ. അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മള് തിരികൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം നനയ്ക്കുന്നത്, ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് തിരികൊണ്ട് നമ്മൾ വെള്ളം നനയ്ക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ജലനഷ്ടം ഉണ്ടാകത്തില്ല. അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമായ ജലത്തിനേക്കാൾ വളരെ കുറച്ച് മതി ഏതിന്, വിക്ക് ഇറിഗേഷന്. അപ്പൊ വിക്ക് ഇറിഗേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോട്ടൺ ക്ലോത്ത് ഫിൽറ്റർ അല്ലെന്നുണ്ടെങ്കിൽ പരുത്തി തുണി കൊണ്ടുള്ള തിരികൾ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് നേരിട്ട് ജലം എത്തിക്കുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷനേക്കാൾ വളരെ കുറച്ച് ജലം മാത്രം മതി.
അടുത്തതെന്ന് പറയുന്നത് മൾച്ചിങ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പുതയിടൽ. ഇതെന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ്, അതായത് ഒരു പരമ്പരാഗത രീതിയാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൃഷിയിടങ്ങളിലെ മണ്ണെന്ന് പറയുന്നത് ഡ്രൈ ലീവ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കരിയിലകൾ ഇല്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വൈക്കോൽ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സോയിൽ കവർ ചെയ്യുന്നു. അപ്പൊ ആ സോയിൽ കവർ ചെയ്തിടുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ വെള്ളം എന്ത് ചെയ്യത്തില്ല, ഒലിച്ചു പോവുകയോ അതുപോലെ തന്നെ ഇവാപ്പറേഷൻ ബാഷ്പീകരണം നടക്കുകയോ ചെയ്യത്തില്ല അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വെള്ളം എവിടേക്ക് തന്നെ താഴ്ന്നുകൊള്ളും, മണ്ണിലേക്ക് തന്നെ താഴ്ന്നുകൊള്ളും, ജലനഷ്ടം ഉണ്ടാകത്തില്ല. അപ്പൊ ഇങ്ങനെ ഇവാപ്പറേഷനിലൂടെ വാട്ടർ ലോസ് എന്നുണ്ടെങ്കിൽ ജലനഷ്ടം തടയാനുള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഈ പുതയിടൽ അല്ലെങ്കിൽ മൾച്ചിങ്. അപ്പൊ ഈ മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ഇല്ലേ, പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഡ്രൈ ലീവ്സ് അല്ലെങ്കിൽ കരിയിലകൾ അതുപോലെ തന്നെ വൈക്കോൽ തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലെ മണ്ണ് എന്ത് ചെയ്യുന്നു, നമ്മൾ കവർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇവാപ്പറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് തടയാൻ സഹായിക്കുന്നു. ഇതെന്ന് പറയുന്നത് അതായത് ഇപ്പൊ അവിടെ കരിയിലകളൊക്കെ കിടക്കുമ്പോഴത്തേക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ വീഡ്സ് അല്ലെങ്കിൽ കളകൾ, അൺവാണ്ടഡ് പ്ലാന്റ്സ് വരും അല്ലെ. അപ്പൊ അങ്ങനെ അൺവാണ്ടഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കളകളൊക്കെ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പൊ അത് ഏതിന്റെ ഒരു ഗുണമാണ്, മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടലിന്റെ ഗുണമാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലവിനിയോഗമാണ് അല്ലെ. അപ്പൊ ജലത്തിന്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ, ഇപ്പൊ റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതി എന്ന് പറയുന്നത് ഏതാണ്, ഗ്രീൻ ഹൗസിലുള്ള കൃഷിയാണ് അല്ലെ. അപ്പൊ അവിടെ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ജലം കൊടുക്കത്തുള്ളൂ, മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. ദെൻ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്സ് ആൻഡ് വാൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് കൊടുക്കുന്നു, പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോഴും ജലനഷ്ടം കുറയും, അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ തന്നെ വാട്ടർ കിട്ടുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് വിക്ക് ഇറിഗേഷൻ അല്ലെന്നുണ്ടെങ്കിൽ തിരിനന. ഇവിടെ എന്ന് പറയുന്നത് കോട്ടൺ ക്ലോത്ത് ഫിൽറ്റർ അല്ലെന്നുണ്ടെങ്കിൽ പരുത്തി തുണി കൊണ്ടുള്ള തിരി ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിന്റെ റൂട്ടിലേക്ക് ജലം എത്തിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡ്രിപ്പ് ഇറിഗേഷനിൽ നമ്മൾ എടുക്കുന്ന ജലത്തിനേക്കാൾ വളരെ കുറവായിരിക്കും ഏതിലൂടെ എടുക്കുന്നത്, വിക്ക് ഇറിഗേഷൻ അല്ലെങ്കിൽ തിരിനനയിലൂടെ എടുക്കുന്നത്. അടുത്തത് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയിടത്തിലെ സോയിൽ എന്ത് ചെയ്യുന്നു, ഡ്രൈ ലീവ്സ് അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു. ഇവാപ്പറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് തടയപ്പെടുന്നു, അതുപോലെ തന്നെ വീഡ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, പിന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്ത കർഷകർ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാന ഒരു പ്രശ്നമാണ് ഏതെന്ന് പറയുന്നത് പെസ്റ്റ് ഇല്ലേ, കീടങ്ങൾ. അപ്പൊ ഈ കീടങ്ങളെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലതരം കീടങ്ങൾ നമ്മളുടെ കാർഷിക വിളകളെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിലൊരെണ്ണമാണ് സ്റ്റെം ബോറർ, തണ്ടുതുരപ്പൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വഴുതനയുടെ ഒക്കെ സ്റ്റെമ്മിനെ എന്ത് ചെയ്യുക, തുരക്കുന്ന കീടങ്ങൾ. ഇനി അതുകൂടാതെ തന്നെ കായതുരപ്പൻ അല്ലെന്നുണ്ടെങ്കിൽ പോഡ് ബോറർ, അതെന്ന് പറയുന്നത് നമ്മുടെ പയറിലൊക്കെ കാണപ്പെടുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനം എന്ത് ചെയ്യാറുണ്ട്, കുറയ്ക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെസ്റ്റുകളെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് കർഷകർ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ബയോ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഒക്കെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കീടനാശിനികൾ എന്ന് പറയും. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെസ്റ്റ് കൺട്രോൾ നടത്തുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പം വേപ്പെണ്ണയോ അതുപോലെ തന്നെ പുകയില കഷായം, ദെൻ വെളുത്തുള്ളി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കീടനിയന്ത്രണം നടത്തുക. ദെൻ അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷമുണ്ടാക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കീടനാശിനികളൊന്നും അധികം ഉപയോഗിച്ചുകൊണ്ടുള്ള പെസ്റ്റ് കൺട്രോൾ നടത്താൻ പാടില്ല ഇല്ലേ. അപ്പൊ അങ്ങനെ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, സംയോജിത കീട നിയന്ത്രണം എന്ന് പറയും. അതായത് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല, പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറയ്ക്കുക ഇല്ലേ. അപ്പൊ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആരോഗ്യത്തെയും ബാധിക്കും, മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റിലെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാവുകയും ചെയ്യും. രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് കുറയ്ക്കുക. പക്ഷെ നമുക്ക് കീടങ്ങളെ എന്ത് ചെയ്യുകയും വേണം, നിയന്ത്രിക്കുകയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കീടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു, അതായത് എത്രത്തോളം കീടങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു, അതുപോലെ തന്നെ വിളകളുടെ സ്വഭാവം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് നടത്തുന്നത്, കീടനിയന്ത്രണം നടത്തുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കീടങ്ങളെ പൂർണ്ണമായിട്ടും കൊല്ലുന്നില്ല, പകരം അവരുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെരുകൽ എന്ത് ചെയ്യുന്നു, തടയുന്നു. അപ്പൊ അവരുടെ പെരുകൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാം.
അതായത് പലതരത്തിലുള്ള നെറ്റ്, വലകൾ, അതുപോലെ തന്നെ ട്രാപ്സ്, കെണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യുക. അതായത് ജന്മനാൽ തന്നെ കീടനിയന്ത്രണത്തിന് പറ്റുന്ന രീതിയിലുള്ള സസ്യങ്ങളുടെ വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഫ്രണ്ട്ലി പെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിത്ര കീടങ്ങളെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീടനിയന്ത്രണം നടത്താൻ പറ്റും. മിത്ര കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീടങ്ങളെ കൊല്ലുന്ന കീടങ്ങളുണ്ട് അല്ലെ. അതായത് കീടങ്ങളെ നശിപ്പിക്കാൻ, കീടങ്ങളെ തിന്ന് ജീവിക്കുന്ന ജീവികളുണ്ട്. അവരെ ഉപയോഗിച്ച് പെസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എല്ലാം എന്താണ് നമ്മൾ ചെയ്യുന്നത്? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. പകരം എന്താണ്? മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതായത് പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത വിധത്തിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ദോഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത കീടനിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് പലതരത്തിലുള്ള വലകളോ കെണികളോ ഒക്കെ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി പെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിത്രകീടങ്ങളെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിന്റെ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണം നടത്താം അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ വലിയ തോതിലുള്ള പെസ്റ്റ് അറ്റാക്ക് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകരുതലുകളോടുകൂടി കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ അളവിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ വളരെ കുറഞ്ഞ അളവില് നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻകരുതലുകളോടുകൂടി എന്ത് ഉപയോഗിക്കുന്നു? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നു. എങ്ങനെയാണെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് കൂടുതലാണെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യുക? നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് പറയാൻ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടറും പറഞ്ഞു അല്ലെ. അതായത് ജലവിനിയോഗത്തെ കുറിച്ചും പറഞ്ഞു. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്